നമുക്ക് നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരേണ്ട സമയം ആയിരിക്കുകയാൽ നാം സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഇന്നത്തെ ആരാധന യോഗത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം സൂക്ഷിപ്പാൻ കർത്താവ് എനിക്ക് പ്രകാശം തന്നിരിക്കുന്നു. നമ്മുടെ ഇസ്രായേലിന്റെ കുറെ ചരിത്രം പഠിച്ചതുകൊണ്ട് മാത്രം കുറെ അറിവ് ലഭിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ആവശ്യം ഇതിനിടയിൽ സംഭവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിക്കൽ നാം കാണുന്നത്. ഈ സങ്കീർത്തന വേദഭാഗത്ത് അത് ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു എന്നും കപടമുള്ള ആദരങ്ങൾ ഇരു മനസ്സുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ വളരെയധികം ഉണ്ടാകുന്നു എന്നും വഷളത്വം പ്രബലപ്പെടുന്നു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നിന് കുറവ് സംഭവിക്കുന്നു, മറ്റൊന്നിന് ഉണർവ് സംഭവിക്കുന്നു. മനുഷ്യഭക്തന്മാരുടെ ഈ വഷളത്വം പ്രബലപ്പെടും, ഭക്തന്മാർ കുറഞ്ഞു പോകും. ഇത് സത്യമാണെന്ന് എനിക്കും നിങ്ങൾക്കും ഇന്നത്തെ ലോക അന്തരീക്ഷം സ്ഥിതി മനസ്സിലാക്കി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മോടുള്ള ബന്ധത്തിലാണ്. എന്നിൽ ഏതാണ് ശക്തിപ്പെട്ട് നിൽക്കുന്നത്? വഷളത്വമാണോ ഭക്തിയാണോ? ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, ഭൂമിയിൽ വഷളത്വം പ്രബലം. ഇത് എന്നിൽ എങ്ങനെ ആയിരിക്കും? ഈ ചിന്താഗതിയുള്ള ബന്ധം എന്റെ കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കും? എന്റെ സഭയിൽ എങ്ങനെ ആയിരിക്കും? ആ ബന്ധത്തിൽ എനിക്ക് എന്ത് ചെയ്യുവാനായി കഴിയും? എന്നിലെ ഭക്തി കുറഞ്ഞിട്ടുണ്ട്, വഷളത്വം കൂടിയിട്ടുണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്യുവാനായി സാധിക്കും? എന്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എന്റെ സഭയ്ക്ക് അങ്ങനെ ഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അത് നാം മനസ്സിലാക്കി നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്ത് അതിന്മേ നാം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയൂ. കാന്തത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും അത് ഇരുമ്പിനെ മാത്രമേ ആകർഷിക്കൂ. ഇരുമ്പ് ഒരു ചെറിയ കഷ്ണമായി കിടക്കുന്നു, ഒരു തടി ഒരു വലിയ കഷ്ണമായി കിടക്കുന്നു. കാന്തം ആ വലിപ്പം കണ്ടിട്ട് ആ തടിയെ കയ്യിൽ പിടിക്കത്തില്ല, ആ ഇരുമ്പിനെ അതിനാകർഷിക്കാൻ കഴിയുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് നമ്മെ സ്വീകരിക്കണമെങ്കിൽ കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കാത്തവർ ആയിരിക്കും. നരകത്തിലെ ഏറ്റവും വലിയ വേദന ശാരീരിക വേദനയല്ല. നരകത്തിലെ ഒന്നാമത്തെ ശിക്ഷ ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വേർപാടിന്റെ ദുഃഖം. ഒരു മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ പൂർണ്ണ തൃപ്തിയിൽ ജീവിപ്പാൻ കഴിയത്തില്ല. നരകത്തിലെ വേദന, തീയ്, ഗന്ധകം, ഇരുട്ട്, കരച്ചില്, പല്ലുകടി, നിലവിളി ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ചാകാത്ത പുഴുവിനേക്കാൾ, കെടാത്ത തീയേക്കാൾ മനുഷ്യർ അനുഭവിക്കുന്ന ശക്തിയുള്ള ദുരന്തം അവർ ദൈവത്തിൽ നിന്ന് ദൂരെ പോയി എന്നുള്ളതാണ്. അവർക്ക് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ആ വെളിച്ചത്തിന് തുല്യമായ വെളിച്ചം ഉള്ളവരായിരിക്കണം. നരകത്തിൽ കിടക്കുന്നവർക്ക് അത് കഴിയത്തില്ല. സ്തോത്രം. ധനവാനെ കുറിച്ച്, ലാസറിനെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച് എഴുതിയ ഭാഗത്ത് നാം വായിക്കുന്നെങ്ങനെയാണ്? ദൂരത്ത് നിന്ന് ധനവാനായ മനുഷ്യൻ അബ്രഹാമിനെയും അവന്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കണ്ടു.
ദൂരം. നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുവാൻ കഴിയാത്ത ഒരു പിളർപ്പുണ്ട് എന്ന് അബ്രഹാം ധനവാനോട് പറയും. വലിയൊരു പിളർപ്പ് ദൂരത്ത് നിന്ന് കാണുക. നോക്കുക, ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരെ പോകുന്നത് അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ശിക്ഷയാണ്. അതിന്റെ ഗൗരവം ഇന്ന് അത്രയും നാം അറിയുന്നില്ല. എന്നാൽ നരകത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ദൈവത്തിൽ നിന്ന് ദൂരെ പോയിരിക്കുന്നതിന്റെ ഭാരം, വിഷമം. ദൈവം വരുമ്പോൾ ഇതാ ആദാം ഓടുന്നു, ഹവ്വ ഓടുന്നു. എന്താ കാര്യം? അവർക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല. കണ്ടോ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കും. ദൈവം പ്രവാചകൻ കൂടെ പറഞ്ഞു, യെശയ്യാവിൽ കൂടി, നിങ്ങളെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്. എന്തിനാ ഞാൻ പറയുന്നു സഹോദരങ്ങളെ? യേശുവിന്റെ ദേഹത്ത് പാപം കയറിയപ്പോൾ യേശു ദൈവത്തിൽ നിന്ന് ദൂരെയായി, പിതാവിൽ നിന്ന് ദൂരെയായി. യേശു വിളിച്ചു ചോദിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എവിടെ? നിന്നെ കാണുന്നില്ല, നീ എന്നെ കൈവിട്ടു. ഒരു മനുഷ്യനെ ദൈവം കൈവിടുന്നതാണ് ദൈവത്തിൽ നിന്നുള്ള ദൂരം. ദൈവത്താൽ കൈവിടപ്പെട്ടതാണ് നരകത്തിലെ മനുഷ്യന്റെ സ്ഥിതി. അങ്ങനെയാണെങ്കിൽ മറുവശമുണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ദൈവത്തോട് കൂടി ആയിരിക്കുന്നത്. എത്രയോ വിലപ്പെട്ട അനുഗ്രഹം. നമ്മുടെ ദേഹത്ത് നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ദേഹത്തിന്റെ സ്ഥിതി ഓർത്തു നോക്കി. എത്ര പെർഫ്യൂം അടിച്ചാലും, എത്ര പൂക്കൾ വാരിയിട്ടാലും, എത്ര മനോഹരമായ വസ്ത്രത്തിൽ പൊതിഞ്ഞാലും അല്പം കഴിയുമ്പോൾ അതിന് നിറം മാറും, സ്ഥിതി മാറും. ഈ ലോകത്തിലെ ഒന്നിനും ആ പഴയ സ്ഥിതി തന്നെ കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഐസിനകത്തിട്ട് വെച്ചാൽ, മറ്റേതെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചാൽ കുറെ നാളത്തേക്ക് ഉണക്കിയോ തണുപ്പിച്ചോ ഒക്കെ ഉപയോഗിക്കാൻ വെച്ചേക്കാൻ കഴിയും ഈ ശരീരത്തെ. അത്രയും ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ ശരീരത്തെ ആ പഴയ സ്ഥിതിയിൽ കൊണ്ടുവരുവാൻ ഒന്നിനെയും കൊണ്ടും കഴിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ട ആ പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ മറ്റൊന്നിനും കഴിയുന്നില്ല. ആകയാൽ നമുക്ക് ആവശ്യം നമ്മിൽ എന്താണ് ബലപ്പെടുന്നത്? ഭക്തിയാണോ, വഷളത്വം ആണോ? ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വഷളത്വം ഭൂമിയിൽ പ്രബലപ്പെടുന്നു. ദൈവമക്കളോട് ചോദിച്ചാൽ യേശു എന്ന് വരുമെന്ന് ദൈവമക്കൾക്ക് അറിയുന്നില്ല. ശ്രേഷ്ഠന്മാരായിരുന്ന അപ്പസ്തലന്മാരോട് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. കർത്താവ് ഏത് വർഷം, ഏത് തീയതി, ഏത് ദിവസം വരും അറിയുന്നില്ല. യേശുവിനോട് ചോദിച്ചിട്ട് പോലും യേശു അത് പറഞ്ഞു കൊടുത്തില്ല. അത് പിതാവിന്റെ കയ്യിൽ പ്രത്യേകം വെച്ചിരിക്കുന്ന കാര്യമാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു മടങ്ങി വരും. പത്മോസിൽ വെച്ച യേശു അതൊന്നുകൂടി ആഴമായി പറഞ്ഞു കൊടുത്തു. ഇതാ ഞാൻ വേഗം എന്ന് വരുന്നു എന്ന് പറഞ്ഞു. വരും എന്ന ഐഹിക ജീവകാലത്തും വേഗം വരുന്നുവെന്ന താൻ ഉയർത്തിരുന്നതിന് ശേഷവും പഠിപ്പിച്ചു. എന്നാൽ അപ്പസ്തോലിക വെളിപ്പാടിൽ കൂടി നമുക്ക് ഒരറിവ് ലഭിച്ചിട്ടുണ്ട്. ആ അറിവ് എത്ര ഏത് ദിവസം, ഏത് മണിക്കൂറിൽ വരുമെന്ന് നമുക്കറിയത്തില്ലെങ്കിലും വരുവാനുള്ള സമയം അറിയുവാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം, അതിനൊടുവിൽ വായിപ്പാൻ കഴിയുന്ന എല്ലാ സഹോദരന്മാരെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്.
സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. കണ്ടോ, എല്ലാവരും വായിച്ചറിയുവാൻ വേണ്ടി എഴുതപ്പെട്ട ഈ ലേഖനത്തിലെ ആ അധ്യായത്തിൽ ഇനി അതിന്റെ 4ാമത്തെ വാചകം വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. കണ്ടോ, പകലിന്റെ മക്കൾക്ക് ആ നാള് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ആരംഭം തുടങ്ങി 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി എഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ കണ്ടോ, കള്ളം വരുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെയാണ് ഒരു കൂട്ടർക്ക് യേശുവിന്റെ വരവ്. കാരണം അവർ ഇരുട്ടിലുള്ളവരാണ്. ഇരുട്ടിൽ താമസിക്കുന്നവർക്ക് കള്ളൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. നമ്മൾ ഇരുട്ടിലല്ല. അതുകൊണ്ട് ആ നാൾ കള്ളൻ എന്ന പോലെ നമ്മെ പിടിക്കത്തില്ല. കാരണം നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ ലോക മനുഷ്യർക്ക് യേശു എന്ന് വരുമെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ ദൈവമക്കൾക്ക് യേശു എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയും. ഡേറ്റ് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമുക്ക് പിന്നെ എങ്ങനെ അറിയാൻ കഴിയുന്നത്? നമുക്ക് സംഭവങ്ങളിൽ കൂടി നമ്മുടെ കർത്താവിനോട് അടുത്തു വന്ന് ധൈര്യമായി പറയാം. ഈ ലോകത്തിലെ സംഭവങ്ങൾ നോക്കിയിട്ട് ഇരുട്ടിലിരിക്കുന്നവർ, ഈ ലോക മനുഷ്യർ, ഭരണാധികാരികൾ നിർഭയം സമാധാനം എന്ന് പറയും. എന്നാൽ ഈ ലോകത്തിലെ സംഭവങ്ങൾ നോക്കിയിട്ട് ദൈവമക്കൾ പറയും നിർഭയമല്ല, സമാധാനമല്ല, യേശുവിന്റെ മടങ്ങി വരവാണ്. നാം പ്രകൃതിയെ നോക്കിയിട്ട്, യഹൂദിനെ നോക്കിയിട്ട്, സഭയെ നോക്കിയിട്ട് നമുക്ക് പറയുവാനായി സാധിക്കും, ഇതിന്റെ എല്ലാം പിറകിൽ ഒരു വലിയ സത്യമുണ്ട്. യേശു മടങ്ങി വരാൻ പോകുന്നു. കണ്ടോ, അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തിന്റെ മനുഷ്യന്റെ ചിന്തയ്ക്ക് വ്യത്യസ്തമായി നമുക്കൊരു ചിന്ത വേണം. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തമായി നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ അറിവിന് വിരുദ്ധമായി നമുക്കൊരു അറിവ് വേണം. എന്താണ് ആ അറിവ്? നാം വെളിച്ചത്തിന്റെ മക്കളാകിയാൽ ആ നാൾ അറിയുവാൻ പ്രാപ്തി. അതുകൊണ്ട് ദിവസം വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ സംഭവങ്ങളിൽ കൂടി അത് മനസ്സിലാക്കി ഒരുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിൽ ഇനി അധികം പറയേണ്ട കാര്യം യേശു മടങ്ങി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇനി അധികം ചിന്തിക്കുവാനുള്ളത് യേശു മടങ്ങി വരും എന്നുള്ളതാണ്. നമുക്ക് അനേക കാര്യങ്ങൾ പറയാനും അനേക കാര്യങ്ങൾ ചിന്തിപ്പാനും ഒക്കെ ഉണ്ട്. എന്നാൽ ഇനി നമ്മുടെ പ്രധാന വിഷയം നമ്മുടെ കർത്താവ്. കാരണം വെളിച്ചത്തിന്റെ മക്കൾക്ക് ഇതാണ് സ്തോത്രം. നാം അത് പറയുന്നില്ലെങ്കിൽ അറിയുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നന്മപ്പെടുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നരകം. അത് ഈ ഭൂമിയിൽ വെച്ച് ആരംഭിച്ച അതിന്റെ അവസാനം നരകത്തിൽ തന്നെ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഞാൻ പിന്നെയും പറയുന്നു, ആരെയും ശരിയാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും കഴിയട്ടെ, നമ്മെങ്കിലും ശരിയാക്കണമേ. നമുക്കത് കഴിയും. ദൈവം അതിന് സംഗതിയാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ
ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി കൊടുത്തിരിക്കുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഇന്ന് പകരം നാം ഒരുമിച്ച് പഠിപ്പാൻ പോകുക. സഭ അതിന്റെ വിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാക്കേണ്ടതിനും ദൈവവചന പ്രകാരം തങ്ങളെ സൂക്ഷിക്കേണ്ടതിനും ഇന്ന് പഠിക്കുന്ന ദൂത് നമുക്ക് പ്രയോജനമായി തീരും. യേശുവിനോട് തന്റെ ശുശ്രൂഷയുടെ അവസാന കാലത്ത് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ മടങ്ങി വരവിനും ഈ ലോകത്തിന്റെ അവസാനത്തിൽ എന്താണ് ലക്ഷ്യം, എന്താണ് അടയാളം? വിശുദ്ധ മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ പഠിച്ചാൽ നമുക്ക് ഇത് കാണാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് ഇതിന് മറുപടി കൊടുക്കുക. ആരംഭവാക്യങ്ങൾ വായിക്കുക. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒരു മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിനോട് വലിയ ചോദ്യമാണ് ചോദിച്ചത്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? നിങ്ങൾ ഇനി താഴോട്ട് വായിച്ചാൽ കർത്താവ് ഒത്തിരി കാര്യങ്ങള് അത് സംഭവിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് വായിപ്പാൻ കഴിയും. അത് ആദ്യം കർത്താവ് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം. കർത്താവ് ആദ്യം പറഞ്ഞ അതി തളർപ്പുവന്നല്ല, യഹൂദന്റെ തളർപ്പല്ല കർത്താവ് ആദ്യം പറഞ്ഞത്. കർത്താവ് ആദ്യം പറഞ്ഞത് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. കർത്താവ് ആദ്യം പറഞ്ഞത്, എന്റെ വരവിന്റെ സമയത്ത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ തെറ്റിക്കുന്ന ഒരു സ്ഥിതി കർത്താവിന്റെ വരവടുക്കുമ്പോൾ ശക്തമായി ഉണ്ടാകും. എന്റെ വാക്കുകളല്ല, നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. കർത്താവിന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരോടല്ല, ചോദിച്ച ശിഷ്യന്മാരോട്. എന്റെ വരവ് അടുക്കുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ദൈവമക്കളെ തെറ്റിക്കുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കും. കണ്ടോ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അടുത്ത വാചകം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്നു പലരെയും തെറ്റിക്കും. കണ്ടോ? എന്നിട്ട് ആരാണ് എന്താണ് എന്ന് കർത്താവ് പറഞ്ഞത് കണ്ടോ? അവരെ വിശാലമെന്ന് പറഞ്ഞല്ല വരുന്നത്, അന്യദൈവങ്ങളുടെ പേരിലുമല്ല, ആത്മീക സ്വഭാവത്തിലാണ് അവർ വരാൻ പോകുന്നത്. വളരെ സൂക്ഷിക്കണം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ദൂത് ദൈവമക്കൾ പഠിക്കണം. നിങ്ങൾ ലാഭവോടും ഇത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രാർത്ഥിച്ച് നിങ്ങൾ പറയേണ്ട ശക്തിയുള്ള ദൂതാണ്. ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകലെ പഠിക്കുന്നതും ഈ വിഷയം ലോകത്തിൽ പ്രസ്താവിക്കുന്നതും ശക്തിയേറിയ സാത്താനെയും അവന്റെ മുഴുവൻ സൈന്യത്തെയും അഭിമുഖീകരിച്ചും എതിർത്തുകൊണ്ടു. സാത്താന്റെ തന്ത്രങ്ങളിൽ ദൈവമക്കളുടെ കർത്താവിന്റെ വരവ് അടുക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനം ആത്മീക വേഷത്തിൽ, ആത്മീക സ്വഭാവത്തിൽ ദൈവമക്കളെ തെറ്റിക്കുന്ന സാത്താന്റെ പ്രവർത്തനം. സാത്താന്റെ സ്വഭാവം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും. 9-ാമത്തെ വാക്യം. വേദപുസ്തകത്തിൽ സാത്താനെ കുറിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ വെളിപ്പെടുത്തി കിട്ടിയ ഭാഗമാണ് വെളിപ്പാട് 12. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും അവന്റെ സ്വഭാവം ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കണം.
കണ്ടോ? അവന്റെ സ്വഭാവം കണ്ടോ? സ്വഭാവത്തിൽ ഒരു പ്രധാന കാര്യമാണിത്. അതാ ഇത് നമ്മൾ എടുക്കുന്നു. അവിടെ വായിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ പലതും പഠിപ്പാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് ഭൂതലത്തെ മുഴുവൻ അവന് തെറ്റിക്കണം. ശരിയാക്കണമെന്നല്ല, തെറ്റിക്കണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവ് അടുക്കുമ്പോൾ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കണം എന്നതിന് വ്യത്യാസം. കർത്താവ് പറഞ്ഞ കാര്യം മത്തായി സുവിശേഷത്തിലേക്ക് വീണ്ടും വന്നാണ്. ഞാൻ ക്രിസ്തു 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുക. കണ്ടോ? സഹോദരങ്ങളെ ശ്രദ്ധിച്ച യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ അടയാളം എന്താണെന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ യേശു പറയുകയാണ്, ഒന്നാമത്തെ അടയാളം വ്രതന്മാരെ തെറ്റിക്കാൻ പിശാച് ആത്മീക വേഷത്തിൽ വെളിപ്പെടും. നമ്മളെ തെറ്റിക്കാൻ ഇവിടെയുള്ള കള്ളുഷാപ്പുകൾ വർദ്ധിപ്പിച്ചാൽ പോരാ. നമ്മളെ തെറ്റിക്കാൻ ഇവിടെയുള്ള വൃത്തികെട്ട ശാലകൾ വർദ്ധിപ്പിച്ചാൽ പോരാ. അത് സാധാരണ അറിയാം. അഥവാ ഒരു വിശ്വാസി ഈ ലോകപ്രകാരം ഒരു പാപം ചെയ്താലും അവരെ മനസാക്ഷി അവരെ കുത്തുകയും അല്ലെങ്കിൽ അടുത്ത ആഴ്ച പ്രസംഗം കേട്ടിട്ടോ വേദപുസ്തകം വായിക്കുന്ന സമയത്തോ അവന്റെ മനസാക്ഷി കുത്തി അവൻ പാപമേറ്റു പറഞ്ഞ് മനംതിരികയും ചെയ്യും. വീണ്ടും ജനിച്ചവനെ ഒരു പാപത്തിൽ തുടരുവാൻ കഴിയാതെ വണ്ണം അവന്റെ അകത്തുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് അവനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. ഇതറിയുന്ന സാത്താൻ വിശ്വാസ ലോകത്തെ തെറ്റിപ്പിക്കുക, നമ്മെ തെറ്റിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ലോകത്തിന്റെ പാപ വഴികളല്ല. നമ്മെ തെറ്റിക്കാൻ അവർ ഉപയോഗിക്കുന്നത് ആത്മീക രുചിയുള്ള, ആത്മീക ചൊവ്വയുള്ള അനുഭവങ്ങളായിരിക്കും. അതിന് പ്രത്യേകം പിശാചുക്കളെ സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പിശാചുക്കൾക്ക് അയലുന്നവരുടെ സ്വഭാവം പ്രസംഗം, പാട്ട്, അന്യഭാഷ, രോഗശാന്തി, ആത്മീയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതൊന്നും നടക്കുന്നത് സാക്ഷാൽ ദൈവിക ബന്ധത്തിലല്ല. ഇതും അതും തമ്മിൽ, അഥവാ യഥാർത്ഥ ആത്മീയവും അല്ലാത്ത ആത്മീയവും തമ്മിൽ തിരിച്ചറിയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുന്നത് പോലെ, കള്ളനോട്ടും നല്ലനോട്ടും തിരിച്ചറിയുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കുന്നത് പോലെ, സഹോദരങ്ങളെ യഥാർത്ഥ ആത്മീയവും അല്ലാത്തതും തമ്മിൽ തിരിച്ചറിയുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മറ്റടയാളങ്ങളെ ശ്രദ്ധിക്കുന്നതിന് മുൻപ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നല്ല, സൂക്ഷിക്കണം. നിങ്ങൾ കാണുന്നില്ലേ സഹോദരങ്ങളെ, പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് ഉണ്ടായതിനേക്കാൾ ഇന്ന് ആത്മീയ ഉണർവ് നടക്കുന്നത്. എന്താണ് ഈ ഉണർവിന്റെ കാരണം? എന്താണ് അതിന്റെ ലക്ഷ്യം? ഞാൻ നിങ്ങളോട് വളരെ സങ്കടത്തോടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ യഥാർത്ഥ സഭയെ തകർക്കാൻ വേണ്ടി, വിശുദ്ധ കൂട്ടായ്മയെ തകർക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ശക്തിയേറിയ ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്ന പല ആത്മീക ലേബലുള്ള ഉണർവുകൾ. അതുകൊണ്ട് നന്നായി പ്രസംഗിക്കേണ്ടത് കൊണ്ട് അത് ആത്മീയമാണെന്ന് ധരിക്കരുത്. നല്ല പാട്ട് പാടുന്നത് കൊണ്ട് ആത്മീയമാണെന്ന് ധരിക്കരുത്. നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് മണിക്കൂറുകൾ ഒച്ച വയ്ക്കുന്നത് ആത്മീയമാണെന്ന് ധരിക്കരുത്. നല്ലപോലെ രോഗശാന്തി നടക്കുന്നത് കണ്ട് ആത്മീയമാണെന്ന് ധരിക്കരുത്. ഇതെല്ലാം ചെയ്യുവാൻ പിശാചിനും കഴിയും.
യേശു ഇത് പറഞ്ഞിട്ട് അപ്പോസ്തലന്മാരെ കൊണ്ട് ലേഖനങ്ങളിൽ എഴുതിപ്പിച്ചു തന്നു. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അടയാളം, അത്ഭുതം, അനീതി, വഞ്ചന. ഇതെങ്ങനെ ചെയ്തു? അടയാളം, അത്ഭുതം, അനീതി, വഞ്ചന. വഞ്ചന. കണ്ടോ? പല അടയാളങ്ങളിലും വഞ്ചന നിറഞ്ഞിരിക്കുന്നു, പല അത്ഭുതങ്ങളിലും വഞ്ചന നിറഞ്ഞിരിക്കുന്നു. നല്ല വ്യക്തമായ നമ്മുടെ ഭാഷയിൽ പോലും ഇത് ലഭിച്ചിട്ടും ഇത് മനസ്സിലാക്കാതിരിക്കുന്ന മനുഷ്യ. ഞാൻ വീണ്ടും പറയുന്നു, ചാടുന്നതെല്ലാം ആത്മീകമല്ല, തുള്ളുന്നതെല്ലാം ആത്മീകമല്ല, പറയുന്നതെല്ലാം ആത്മീകമല്ല, നടക്കുന്നതെല്ലാം ആത്മീകമല്ല. 90% പിശാച് ജയിക്കുന്നതാണ്. നമ്മുടെയൊക്കെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ശുചാലയമല്ലേ പോയാൽ ഞാൻ കൊണ്ടു ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ടല്ലോ, നല്ല ഉണർവാണല്ലോ കേൾക്കുന്നത്, പല രോഗശാന്തിയും നടക്കുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, അബദ്ധം സംഭവിക്കരുത്. ഒത്തിരി എണ്ണത്തെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പിശാച്, ഒത്തിരി എണ്ണത്തെ. വളരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അതിനകത്തായി പോകും. ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന പിശാച് അവന്റെ ലക്ഷ്യം വ്രതന്മാരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിയുമെങ്കിൽ അവന് ബുദ്ധിമുട്ടാണ്, പക്ഷെ കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കുക. ഇതെന്റെ വാക്കുകളല്ല, നമ്മുടെ കർത്താവായ യേശുവിന്റെ വാക്കുകളാണ്. നീ എത്ര വ്രതനാണെങ്കിലും നിന്നെ തെറ്റിക്കുവാൻ സാത്താന് അവൻ അനാവോളം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, സൂക്ഷിക്കുക. എന്താണ് സത്യം എന്നറിയുവാൻ നമുക്ക് പ്രാപ്തി ലഭിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ചെറിയ ആട്ടിൻകൂട്ടമേ കർത്താവിനെ കാണത്തുള്ളൂ. ഇടുക്കുവാതിലൂടെ പോകുവാൻ ചുരുക്കം പേരെ കാണത്തുള്ളൂ. ആ ചുരുക്കം പേരിൽ ഞാൻ നിങ്ങളും ഉൾപ്പെടണം. നമുക്ക് നമ്മുടെ കർത്താവുമായി കാണുന്നത്. അല്ലാത്തത് വലിയ കൂട്ടങ്ങളും ഘോഷങ്ങളും നമ്മൾ കാണുമ്പോൾ മാനുഷിക വശത്ത് സ്ഥാനമോഹങ്ങളും ലോകപ്രതാപങ്ങളും ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകും. ക്ഷീണിക്കരുത്. ഹാനോക്ക് ഒറ്റയാണ്, നോഹി കുടുംബം ഒറ്റയാണ്, ഏലിയ ഒറ്റയാണ്, കാൽവറിയിൽ നമ്മുടെ കർത്താവ് ഒറ്റയാണ്. ചെറിയ കൂട്ടമേ എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കണം. ഈ അധ്യായത്തിലേക്ക് കർത്താവ് പഠിപ്പിച്ചു വരുമ്പോൾ സ്തോത്രം, നമ്മുടെ കർത്താവ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം. ഈ കാര്യങ്ങൾ തന്നെയാണ് ആ ഭാഗത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന മറുപടി. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത്. നിങ്ങൾ പ്രാപ്തരാകാനോ? എന്തിനാ? ഇതിന്ന് ഒഴിഞ്ഞു പോകാൻ. കണ്ടോ, മനുഷ്യപുത്രന്റെ മുൻപിൽ